എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വിഷയമാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. പുതിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നും കേൾക്കുന്ന വാർത്തകളാണ്. അല്ലെങ്കിൽ പല രീതിയിൽ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ചെറിയ ചാനലുകാരൊക്കെ ചെയ്യുന്ന ഒരു വാർത്തയാണ് ഞാനും ഇന്ന് പറയാൻ പോകുന്നത്. പറഞ്ഞില്ലെങ്കിൽ അത് വളരെ മോശമായി പോകുമെന്ന് എനിക്കും തോന്നുന്നു. പ്രൈവറ്റ് ബസ്സുകാരുടെ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. KSRTCക്ക് പ്രിയദർശിനി എന്ന് പറയുന്ന ആ ഒരു പാക്കേജ് നടപ്പിലാക്കിയപ്പം പ്രൈവറ്റുകാർ മൊത്തം പട്ടിണിയാണെന്ന് പറയുന്ന ഒരു സംഭവം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചിന്തിക്കുമായിരുന്നു, ഞാൻ കാണുന്ന പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ സാമാന്യ ആളുണ്ട്. ഇപ്പം പുരുഷ ആൾക്കാർ മൊത്തം ഈ പ്രൈവറ്റ് ബസ്സുകളിലാണ് യാത്ര ചെയ്യുന്നത്. KSRTCയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീജനങ്ങളാണ്. എന്നാൽ സ്ഥിരം പോകുന്ന ആൾക്കാർ തന്നെ പ്രൈവറ്റ് ബസ്സിന് പോകുന്നത് കൊണ്ട് പിന്നെ ഉച്ച സമയങ്ങളിൽ ആൾ കുറവാണ്. അത് KSRTCയിലും അത് തന്നെ, പ്രൈവറ്റിലും അത് തന്നെ. അതിപ്പോൾ തുടങ്ങിയൊരു പ്രതിഭാസമല്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് ടാക്സ് കുറച്ച് കൊടുത്തു, കാർഗോ എന്നിങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ടാക്കി. പിന്നെ ഇതിനെയൊക്കെ ആക്ഷേപിക്കേണ്ട ഓരോ ദിവസം ഓരോ വീഡിയോ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെയും കുടുംബത്തിൽ നിന്നൊക്കെ പ്രൈവറ്റ് ബസ്സിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ യഥാർത്ഥ സത്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ കൃത്യമായി പറയാറുണ്ട്. അച്ചപ്പ കച്ചവടം, വേറെ എന്തൊക്കെയോ. പിന്നെ ഇത് തുടങ്ങിയ ദിവസം ഭയങ്കര കൂക്കലായിരുന്നു. ഇത് തുടങ്ങിയ ദിവസം പുരുഷന്മാർക്ക് മൊത്തം ഫ്രീ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചലഞ്ചായിട്ട് ഏറ്റെടുത്തവരാണ്. ഇത് ഗവൺമെൻറ് ഒരു പാക്കേജ് കൊണ്ടുവന്നു, അത് നടപ്പിലാക്കുക, അവരാണ് നടപ്പിലാക്കുന്നത്. പക്ഷെ അന്ന് പോലും ഇപ്പോൾ ടാക്സ് പകുതിയാക്കി. അവർക്കും ജീവിക്കണ്ടെന്നല്ല പറയുന്നത്. ഞാൻ കാണുന്ന പ്രൈവറ്റ് ബസ്സുകൾ ഈ മത്സര ഓട്ടം ഇപ്പം കുറഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ നടന്നത്. മത്സര ഓട്ടം കുറഞ്ഞു. മറ്റേ KSRTCയുടെ ഫ്രണ്ടിൽ ഒരു പ്രൈവറ്റ് ഓടും. ഈ പ്രൈവറ്റിനെ പിടിക്കാൻ KSRTC ഓടും. കാരണം ഒരാളെ ആർക്കാണോ കൂടുതൽ കിട്ടുന്നത് അത് നമുക്ക് സമ്പത്തിന് വേണ്ടിയാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇങ്ങനെ ഇപ്പം ഞാൻ അടൂരാണ് താമസിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ അടൂർ കായംകുളം പുനലൂർ, പത്തനംതിട്ട ചവറ വഴിയുള്ള കൊല്ലം, അതുകൊണ്ട് പത്തനംതിട്ട റാന്നിയിൽ നിന്ന് പുനലൂരോട്ടുള്ള റൂട്ട്, മുണ്ടക്കയം റൂട്ട്, തിരുവല്ല റൂട്ട്, ചെങ്ങന്നൂർ റൂട്ട്, മാവേലിക്കര പത്തനംതിട്ട റൂട്ട്, ഇവിടെയൊക്കെ മത്സര ഓട്ടങ്ങൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. നേരത്തെ മുൻ മിനിസ്റ്റർ ഗണേഷ് കുമാർ സാർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ മത്സര ഓട്ടം ഒഴിവാക്കണം. ഈ പ്രിയദർശിനി വന്നതിന് ശേഷം മത്സര ഓട്ടം കുറഞ്ഞിട്ടുണ്ട്, ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ആക്സിഡൻറ്റും കുറഞ്ഞിട്ടുണ്ട്. KSRTCയുമായിട്ട് ബന്ധപ്പെട്ട് ഓർഡിനറി ബസ്സുകളുടെ ഒത്തിരി ആക്സിഡൻറ്റ് കുറഞ്ഞായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് ഈ പ്രിയദർശിനി ബസ്സുകൾ സ്ത്രീ യാത്രക്കാർ പോകുമ്പോൾ സീറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, പ്രൈവറ്റ് ബസ്സുകളിൽ പോകുന്നുണ്ട്. ഇല്ല എന്ന് നമ്മൾ പറയുന്നത് തെറ്റാണ്. നമ്മൾ അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയല്ല, അവരെ നമ്മുടെ സമൂഹത്തിലുണ്ട്, അതുകൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ ഇടസമയത്ത് ഏത് ബസ്സുകളിലും, അതായത് ഉച്ചയ്ക്ക് ഒരു 12:30 തൊട്ട് 3:30 വരെ, 4 മണി വരെ എല്ലാ ബസ്സുകളിലും ആൾ കുറവാണ്. ഈ പ്രിയദർശിനി ആയാലും ആൾ കുറവാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകളായാലും ആൾ കുറവാണ്, ഈവൻ ഫാസ്റ്റ് ആയപ്പോലും ആൾ കുറവാണ്. ഇടയ്ക്ക് ഭയങ്കര വെയിലായിരുന്നു, ഇപ്പോൾ ഭയങ്കര മഴയാണ്, യാത്രക്കാരുടെ കുറവുണ്ട്. പ്രിയദർശനിലൂടെ വേണ്ട 4 ലക്ഷത്തോളം ആൾക്കാർ കൂടിയെന്ന് പറയുമ്പോൾ ഇത് സൗജന്യമായിട്ടല്ലേ നടപ്പാക്കുന്നത്. ഈ പ്രൈവറ്റ് ബസ്സിന് ടാക്സ് കുറച്ച് കൊടുത്തിട്ട് പോലും നിങ്ങൾക്ക് ടിക്കറ്റ് നൽകാം. ടിക്കറ്റ് കൊടുക്കുന്നില്ലേ? നിങ്ങൾ ടിക്കറ്റിന് കാശ് വാങ്ങിക്കണം. നിങ്ങൾക്ക് തരുന്ന ടിക്കറ്റിന് കാശ് മേടിക്കണം. ആരാണ് ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇന്നലെ ഞാൻ പത്തനംതിട്ട എന്നൊരു ബസ്സിൻ്റെ കാര്യം ഞാൻ പറയാം. പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ് സ്റ്റാർട്ട് ചെയ്ത് സാമാന്യം ആളുണ്ടായിരുന്നു. കൊല്ലം LS ബോർഡ് വെച്ച വണ്ടി പോകുന്നു. അതായത് നമ്മുടെ സ്റ്റേഡിയത്തിന് മുന്നേ പമ്പിൻ്റെ അവിടെ അടുത്ത പ്രൈവറ്റ് ബസ് കിടപ്പുണ്ട്. ഫുൾ സീറ്റ് ആളാണ്. ഒരു 10 പേരെങ്കിലും നിൽക്കാൻ കാണും. ബാക്കി പിന്നെ ഫ്രണ്ടിൽ കയറി അവർ ഓടി പോവാണ്. അതിലെന്തോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആർക്കാണോ സീറ്റ്, ഏത് ബസ്സിലാണോ ആൾ കുറവ്, അതിനകത്ത് ആൾ കയറി പോവും. പിന്നെ ഇടസമയത്ത് എല്ലാവർക്കും ആൾ കുറവാണ്. അതിന് ഇത്രയും ട്രോളന്മാരുടെ രൂപത്തിൽ ഗവൺമെൻറ് ആക്ഷേപിക്കുന്നു, അല്ലെ മന്ത്രിയെ ആക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ളവരെ മൊത്തം കളിയാക്കുന്നു, കാണുന്നവരെയൊക്കെ കൂവുന്നു. ഞാൻ അടുത്ത ദിവസം കണ്ടതാണ്, കൊല്ലം സൈഡിലൊരിടത്ത് വെച്ച് കണ്ടതാണ്. ഈ പ്രിയദർശിനി ബസ് പോകുമ്പോൾ പ്രൈവറ്റ് ബസ്സിലെ 2 ചെറുപ്പക്കാർ കൂവുന്ന കണ്ടു. എനിക്ക് അവരെ ബസ് ഞാൻ നോട്ട് ചെയ്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ ആ ഒരു തരം താഴ്ന്ന രീതിയിലേക്ക് അങ്ങനെയല്ല ചെയ്യേണ്ടത്.
മറ്റ് മാർഗം എന്ത് കണ്ടുപിടിക്കാം, അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ CPM സാർ പറഞ്ഞതിൻ്റെ തൊട്ട് കാർഗോ സംവിധാനങ്ങൾ അവിടെ കൊണ്ടുവരാം. വ്യവസായ അടിസ്ഥാനത്തിലാക്കാമല്ലോ, ആക്കാൻ പറ്റുന്നതാണ്. ഇപ്പം സാറ് പറഞ്ഞാൽ ഗവൺമെൻറ് പറഞ്ഞതനുസരിച്ച് ഗവൺമെൻറ് നയപ്രകാരം പകുതി ടാക്സ് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ പറയാം 50,000 രൂപ മാസം അടച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് 25,000 രൂപ കൊടുത്താൽ മതി. എന്നിട്ട് ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല ഫ്രീ ടിക്കറ്റ് പ്രൈവറ്റ് ബസ്സുകാർ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങും കേട്ടിട്ടില്ല, എൻ്റെ അറിവുകേടാന്ന് പറയണം, ക്ഷമിക്കണം, ഞാനെങ്ങും കേട്ടിട്ടില്ല. അല്ല, അത് ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയുള്ള നടപടിക്രമങ്ങൾ മിനിസ്റ്റേഴ്സ് ലെവലിൽ അല്ലെങ്കിൽ മന്ത്രിസഭയായിട്ട് നടത്തുക. വെറുതെ ഈ ചാനലുകാരെ കൊണ്ടൊന്ന് കളിയാക്കിക്കുന്നവരെങ്കിൽ വളരെ നിങ്ങൾക്ക് തന്നെയാണ് എൻ്റെ നാണക്കേട്. ഞാൻ സ്ഥിരം ബസ്സിനകത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ കാണുന്ന കാഴ്ചയാണ്. പണ്ട് KSRTC ബസ്സെന്ന് കാണുമ്പോൾ തന്നെ അവർ 2-3 സ്റ്റോപ്പുകൾ മുന്നേ അവരുടെ നല്ല ബസ്സുകളാണ്, നമ്മുടെ പഴയ ബസ്സുകളാണ്. അത് ഞാൻ പറയാം, കോഴഞ്ചേരി കോട്ടയം ഓടുന്ന മത്സര ഓട്ടോ ഓടിക്കൊണ്ടിരുന്നതാണ്. മത്സര ഓട്ടോ ഒന്നല്ല, ഒത്തിരി ബസ്സുകളുണ്ട്. മേഴ്സി കൊണ്ടോടിയുണ്ട്, ചമ്പക്കരയുണ്ട്. ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. ചമ്പക്കരയുണ്ട്, മേഴ്സി കൊണ്ടോടിയുണ്ട്, പിന്നെ അതുപോലെ അറിയപ്പെടുന്ന കുറേ ബസ്സുകളുണ്ട്. ഇതെല്ലാം KSRTCയുടെ ഫ്രണ്ടിൽ കയറി ഓടിക്കൊണ്ടിരുന്ന സമയങ്ങളാണ്. അവർ തെറ്റാണ് ഞാൻ പറയുന്നത്. ആക്സിഡൻറ്റ് പറ്റുമ്പോഴാണ് നമുക്കെല്ലാം പ്രശ്നം ഉണ്ടാകുന്നത്. സമയക്ലിപ്തതയില്ലാതെ നിരവധി തവണ മല്ലപ്പള്ളി RTOയ്ക്ക് പരാതി കൊടുത്ത സംയോജിതമായ കാലങ്ങളോട്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയത്തില്ല, അവിടെ വന്നിട്ട് കുറേ നാളായി. എങ്കിൽ ആ ഒരു കാലഘട്ടത്ത് മത്സര ഓട്ടമായിരുന്നു, KSRTC മത്സര ഓട്ടമായിരുന്നു. കാരണം നമ്മുടെ ആളിനെ മൊത്തം അവർ പറക്കൊണ്ട് പോകാം. KSRTC വെറുതെ പോകുന്ന കാണുമ്പോൾ നമുക്കും വിഷമം, ജോലിക്കാരൻ എന്നതിൽ നമുക്കും വിഷമം വരും, അത് നമ്മൾ ഓടും. അങ്ങനെയാണ് ഈ ആക്സിഡൻറ്റ് കൂടുതലും ആ സമയങ്ങളൊക്കെ സംഭവിച്ചത്. അതെല്ലാ മേഖലയിലുണ്ട്. അതിപ്പം പാലക്കാട് ചെന്നാൽ അവിടെ ഉണ്ട്, കോഴിക്കോട് ചെന്നാൽ അവിടെ ഉണ്ട്. പിന്നെ ഒരു സജഷനോട് എനിക്ക് പറയാനുണ്ട്, മുടങ്ങിക്കിടക്കുന്ന KSRTC എത്തപ്പെടാത്ത മേഖലകളുണ്ട്, അവിടെ പ്രൈവറ്റുകൾ ധാരാളമായിട്ട് വീഴണം. ജനവാസ മേഖല ഉണ്ടല്ലോ, പണ്ട് ടേക്ക് ഓവർ പോലെ ഓടുമായിരുന്നു. അങ്ങനെ ഓടി 2 വണ്ടി ഇല്ലാതായി, ഒന്നിൻ്റെ തലപ്പത്തോടി 2 വണ്ടി ഇല്ലാതായി. അങ്ങനെ ജനവാസമുള്ള മേഖലയിലേക്ക് വണ്ടികൾ വ്യാപിപ്പിക്കണം, പ്രൈവറ്റ് ബസ്സുകൾ വ്യാപിപ്പിക്കണം. അതിനൊക്കെയുള്ളൊരു നടപടി ഉണ്ടാവണം. KSRTC എല്ലാ റൂട്ടിലും ഇല്ലല്ലോ, KSRTC ഇല്ലാത്ത ഒത്തിരി റൂട്ടുകളുണ്ട്. KSRTC ഓടിക്കൊണ്ട റൂട്ടിൽ നിന്ന് പ്രൈവറ്റുകാർ ഓടിക്കൊണ്ടിരുന്ന റൂട്ടുകളുണ്ട്, അവർ 2 പേരും നിർത്തിയ റൂട്ടുകളുണ്ട്. അവിടെ ഇപ്പോൾ വണ്ടിയേ ഇല്ല. അതിലേക്ക് കൂടി ഒരു ശ്രദ്ധ ചെലുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എന്നെ കേൾക്കുന്നവർ ഒത്തിരി തെറി വിളിക്കായിരിക്കും, വിളിച്ചോട്ടെ, കുഴപ്പമില്ല. നെഗറ്റീവ് കമൻറ്റ് വരുമായിരിക്കും, വന്നാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങൾ ഇത്രയും ഞാനിങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം. വൈകിട്ട് 6:45 മംഗലത്ത് എന്ന് പറഞ്ഞ ബസ്സുണ്ട്. 6:45 7 മണിയാകുമ്പോഴത്തേനും മംഗലത്ത് ബസ്, എനിക്ക് തോന്നുന്നു അത് ഇവിടെ കൊല്ലം സൈഡിലേക്ക്, ഇവിടെയോ കടമ്പനാടോ കൊല്ലം സൈഡിൽ പോകുന്ന വഴി, നിൽക്കാൻ പോലും സ്ഥലമില്ലാതാണ്. ഞാൻ നമ്മുടെ പമ്പിൻ്റെ അവിടുന്ന് ഒരു ദിവസം ഒന്ന് മണക്കാല വരെ ഇറങ്ങാനൊക്കെ ഉണ്ട്. എത്ര നേരം നിന്നറിയാം. പിന്നെ ആളില്ല എന്നൊരു, ആളുള്ള സമയത്ത് ഇഷ്ടം പോലെ ആളുണ്ട്, ആളില്ലാത്ത സമയത്ത് ആളില്ല. സത്യം തന്നെ, ഈ ആളുള്ളപ്പോഴും കിട്ടുന്ന കളക്ഷനല്ലേ. ആളില്ലാത്ത സമയത്ത് ഓടുന്നില്ലല്ലോ, വളരെ ചുരുക്കം വണ്ടികളെ ആളില്ലാത്ത സമയത്ത് ഓടുന്നുള്ളൂ. ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും കളിയാക്കാനോ പറഞ്ഞതല്ല. നിങ്ങളെല്ലാവരും ചിന്തിക്കുക. ജനവാസമുള്ള മേഖലകളിലേക്ക് പുതിയ സർവീസുകൾ ആരംഭിച്ച് പ്രൈവറ്റ് മേഖലയ്ക്കൂടെ കൊടുക്കുക, മത്സര ഓട്ടം ഒഴിവാക്കുക. അത് എനിക്ക് പറയാനുള്ളൂ. ആക്സിഡൻറ്റ്, ഓരോ ജീവനും വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ആളുകളാണ് നമ്മുടെ സമ്പത്ത്. അതുകൊണ്ട് ആക്സിഡൻറ്റുകൾ കുറയ്ക്കുക.